ശബരിമല യുവതീ പ്രവേശനം തുറന്ന് സമരം ശക്തമാക്കുമെന്നും ശബരിമല കർമ്മസമിതി വ്യക്തമാക്കി. അതിൻ്റെ ഭാഗമായി ജനുവരി 14-ാം തീയതി, അതായത് മകരവിളക്കിൻ്റെ അന്ന് 18 കോടി അയ്യപ്പ ജ്യോതി തെളിയിക്കുമെന്നും എല്ലാ ജില്ലകളിലും രഥയാത്ര സംഘടിപ്പിക്കുമെന്നും അവർ വ്യക്തമാക്കി. എന്നാൽ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ എന്നീ 4 ജില്ലകളെ ഒഴിവാക്കി. എന്തുകൊണ്ടെന്നാൽ സെക്രട്ടേറിയറ്റിൽ ജനുവരി മാസം 18-ാം തീയതി സെക്രട്ടറി മാർച്ച് സംഘടിപ്പിച്ചതിനാൽ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ജില്ലകളെ ഒഴിവാക്കിയെന്നാണ് അവർ വ്യക്തമാക്കിയത്. എന്നാൽ ഹർത്താലിൽ നിന്ന് സംഘപരിവാർ നടത്തിയ ആക്രമണത്തിൻ്റെ ഭാഗമായിട്ട് കർശന നടപടി സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രിയും ലോക്നാഥ് ബെഹ്റ വ്യക്തമാക്കി. ഇതിൻ്റെ ഭാഗമായി ഇപ്പോൾ 204 പ്രവർത്തകർ കരുതൽ തടങ്കലിലാണ്. എന്നാൽ ഇന്ന് തന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനമാണ് ജി സുധാകരൻ വ്യക്തമാക്കിയത്. തന്ത്രി ചെയ്തത് മനുഷ്യത്വരഹിതമാണെന്നും എന്നിലുള്ള രൂക്ഷ വിമർശനമാണ് തന്ത്രിക്കെതിരെ ഇന്ന് ജി സുധാകരൻ വ്യക്തമാക്കിയത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ബിന്ദുവും കനകദുർഗയും ശബരിമല ദർശനം നടത്തിയ ദിവസത്തിൻ്റെ പിറ്റേ ദിവസം BJP ഹർത്താലിന് ആഹ്വാനം ചെയ്തു. എന്നാൽ ഇന്നലെ ശ്രീലങ്കൻ സ്വദേശി ശശികല ദർശനം നടത്തിയ ശേഷം എന്തുകൊണ്ട് ഹർത്താലിൽ അവർ ആഹ്വാനം ചെയ്തില്ല എന്നതിനുള്ള പരിഹാസമാണ് മുഖ്യമന്ത്രി ഉന്നയിച്ചത്. സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ശബരിമലയിൽ യുവതീ പ്രവേശനമുണ്ടായി. ഇതിന്റെ അടിസ്ഥാനത്തിൽ ശബരിമല ആചാര ലംഘനത്തെ ചെറുക്കുന്നതിന് ശക്തമായ സമരപരിപാടികളുമായി ശബരിമല കർമ്മസമിതി രംഗത്ത്. 18-ന് നടക്കുന്ന സെക്രട്ടേറിയറ്റ് മാർച്ച് ഉൾപ്പെടെ ശക്തമായ സമരപരിപാടികൾക്കാണ് കർമ്മസമിതി രൂപം നൽകിയിരിക്കുന്നത്. പ്രക്ഷോഭങ്ങളുടെ ഭാഗമായി 11, 12, 13 തീയതികളിൽ രഥയാത്ര സംഘടിപ്പിക്കും. ജനുവരി 14-ന് കർമ്മസമിതിയുടെ ആഭിമുഖ്യത്തിൽ കേരളത്തിലെ ക്ഷേത്രങ്ങളിലും വീടുകളിലും അയ്യപ്പ ജ്യോതി തെളിയിക്കും. ശബരിമല ആചാര ലംഘനത്തിൽ പ്രതിഷേധിച്ച ആഹ്വാനം ചെയ്ത ഹർത്താലിൽ അക്രമികൾ നുഴഞ്ഞു കയറിയതായി കർമ്മസമിതി ദേശീയ ജനറൽ സെക്രട്ടറി SJR കുമാർ ആരോപിച്ചു. ഇത്തരത്തിൽ ആക്രമണം നടത്തിയത് CPM പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരാണെന്നും അദ്ദേഹം ആരോപിച്ചു. ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങളുടെ സംരക്ഷണത്തിനായി ശബരിമല കർമ്മസമിതിയും BJPയും ചേർന്ന് അയ്യപ്പ ജ്യോതി ഡിസംബർ 26-ന് തെളിയിച്ചിരുന്നു. മഞ്ചേശ്വരം മുതൽ കളിയിക്കാവിള വരെ പാതയോരത്താണ് അയ്യപ്പ ജ്യോതി തെളിയിച്ചത്. BJPയുടെയും NSSന്റെയും പങ്കാളിത്തത്തോടെ മഞ്ചേശ്വരം മുതൽ കളിയിക്കാവിള വരെ ഒരേ സമയം ദീപങ്ങൾ തെളിയിച്ചാണ് അയ്യപ്പ ജ്യോതി ആചരിച്ചത്. ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങളുടെ സംരക്ഷണമെന്ന ആവശ്യവുമായാണ് ശബരിമല കർമ്മസമിതിയും BJPയും അയ്യപ്പ ജ്യോതി പ്രതിഷേധം സംഘടിപ്പിച്ചത്. കാസർഗോഡ് ഒസങ്കടി അയ്യപ്പ ക്ഷേത്രത്തിലെ ശ്രീകോവിലിൽ നിന്ന് തെളിയിച്ച ദീപം ക്ഷേത്രം ശാന്തി പുറത്തേക്ക് കൈമാറി. സ്വാമി യോഗാനന്ദ സരസ്വതിയും കപിലാശ്രമയും ഉത്തരകാശി രാമചന്ദ്ര സ്വാമിയും ചേർന്ന് ദീപം ഏറ്റുവാങ്ങി. തുടർന്ന് ഹൊസങ്കടി നഗരത്തിൽ എത്തിച്ച ശേഷം ശബരിമല കർമ്മസമിതി പ്രവർത്തകർ അയ്യപ്പ ജ്യോതി തെളിയിച്ചു. മഞ്ചേശ്വരം മുതൽ കളിയിക്കാവിള വരെ പാതയോരത്ത് വൈകിട്ട് 6 മണിയോടെയാണ് അയ്യപ്പ ജ്യോതി തെളിയിച്ചത്. NSS പിന്തുണ കൂടി ലഭിച്ചതോടെ പരിപാടി വലിയ രാഷ്ട്രീയ നേട്ടത്തിന് വഴിവെക്കുമെന്നാണ് BJPയുടെ കണക്കുകൂട്ടൽ. അയ്യപ്പ കർമ്മസമിതിയും BJPയും മറ്റ് സംഘപരിവാർ സംഘടനകളും NSSും അയ്യപ്പ ജ്യോതി പ്രതിഷേധത്തിൽ പരമാവധി പങ്കാളിത്തം ഉറപ്പാക്കാൻ വിപുലമായ തയ്യാറെടുപ്പുകളാണ് നടത്തിയത്. കളിയിക്കാവിളയിൽ സുരേഷ് ഗോപി MP, കിളിമാനൂരിൽ മുൻ DGP TP സെൻകുമാർ തുടങ്ങിയവരും അയ്യപ്പ ജ്യോതി തെളിയിച്ചു. 80 കേന്ദ്രങ്ങളിലാണ് കാസർഗോഡ് അയ്യപ്പ ജ്യോതി തെളിയിച്ചത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.